Good morning. Today we are going to start our fourth module, Hazards, Disasters and Mitigation Measures. In today's section, we are discussing hazards and disasters in detail. And what is the difference between hazards and disasters? Hazard. Hazard is defined as a perceived natural event which threatens both life and property. Hazard is mainly of two types. Those are natural hazards and man-made hazards. ലൈഫിനെയും പ്രോപ്പർട്ടിയെയും ത്രട്ടൻ ചെയ്യുന്ന രീതിയിലുള്ള പ്രകൃതിദത്തമായിട്ടുള്ള ഒരു ഇവന്റിനെയാണ് ഹസാർഡ് എന്ന് പറയുന്നത്. ഹസാർഡ്സ് ആർ മെയിൻലി ഓഫ് ടു ടൈപ്സ്. ദോസ് ആർ നാച്ചുറൽ ഹസാർഡ് ആൻഡ് man-made hazard. Next, what is meant by natural hazard? It is due to natural phenomena. It includes hazards with meteorological, geological, hydrological and extraterrestrial origin hazards. നാച്ചുറൽ ഹസാർഡ് ഉണ്ടാകുന്നത് പ്രകൃതിദത്തമായിട്ടാണ്. പ്രകൃതിയിലുള്ള വ്യത്യസ്തരം പ്രതിഭാസങ്ങളുടെ ഫലമായിട്ടാണ്. ഇവക്ക് മെറ്റീരിയോളജിക്കൽ ഒറിജിൻ ആവാം, ജിയോളജിക്കൽ ഒറിജിൻ ആവാം, അതുപോലെ ഹൈഡ്രോളജിക്കൽ ഒറിജിനോ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഒറിജിനോ ആകാവുന്നതാണ്. സം എക്സാമ്പിൾസ് ഓഫ് നാച്ചുറൽ ഹസാർഡ് ആർ സൈക്ലോൺ, സുനാമി, എർത്ത് ആൻഡ് വോൾക്കാനിക് ഇറപ്ഷൻ. നാച്ചുറൽ ഹസാർഡിനുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ് സൈക്ലോൺ, എർത്ത് ക്വേക്ക്, സുനാമി, വോൾക്കാനിക് ഇറപ്ഷൻ. ഇവയൊക്കെ വളരെ ഇന്റൻസ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള വിൻഡിനെ പറയുന്ന പേരാണ് സൈക്ലോൺ, which we will discuss in further classes in detail. Landslides, flood, drought and fire are socio-natural hazards because their causes are both social and man-made. ലാൻഡ്സ്ലൈഡ്, ഫ്ലഡ്, ഡ്രോട്ട്, അതുപോലെ തന്നെ ഫയർ, ഇവയൊക്കെ സോഷ്യോ നാച്ചുറൽ ഹസാർഡ് കാറ്റഗറിയിലാണ് വരുന്നത്. ഇവ പ്രകൃതിദത്തമായ റീസണുകൾക്ക് പുറമെ മേഡ് ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഫലമായിട്ടും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവ സോഷ്യോ നാച്ചുറൽ ഹസാർഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. So we have already mentioned that natural hazards are due to the geophysical process involved in it. Based on this, we are having four types of natural hazards. Those are meteorological hazards, geological hazards, hydrological hazards, and finally extraterrestrial hazards. Meteorological hazards includes typhoons, tornadoes, snow and ice storms, thunderstorms, hurricanes and tropical storms. വിൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഹസാർഡ്സ് ആണ് പ്രധാനമായും മെറ്റീരിയോളജിക്കൽ ഹസാർഡ്സിൽ വരുന്നത്. വിൻഡിന്റെ ഇന്റൻസിറ്റി മാറുന്നതിനനുസരിച്ച് വിൻഡ് പല പേരിൽ അറിയപ്പെടുന്നു. അവയാണ് ടൈഫോൺസ്, ടൊർണാഡോ, ഹരിക്കെയിൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ഈസ് ജിയോളജിക്കൽ ഹസാർഡ്സ്. ഇറ്റ് ഇൻക്ലൂഡ്സ് എർത്ത് volcanoes, tsunamis, landslides and subsidence. ജിയോളജിക്കൽ ഹസാർഡ്സ് പ്രധാനമായിട്ടും എർത്ത് ക്രസ്റ്റിലുള്ള ടെക്ടോണിക് പ്ലേറ്റ്സിന്റെ മൂവ്മെന്റിന്റെ ഫലമായിട്ടാണ് ഉണ്ടാകുന്നത്. ഹൈഡ്രോളജിക്കൽ ഹസാർഡ്സ്. These hazards are related to water and it includes flood, drought and fires. And last one is extraterrestrial hazards. These are related with meteorities impacting the earth surface. ഭൗമേതര പ്രതിഭാസങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന ഹസാർഡ്സ് ആണ് എക്സ്ട്രാ ടെറസ്ട്രിയൽ ഹസാർഡ്സ്. പ്രധാനമായിട്ടും ഉൽക്കാപതനമെല്ലാമാണ് ഈ കാറ്റഗറിയിൽ വരുന്നത്. നെക്സ്റ്റ് കാറ്റഗറി ഈസ് man-made hazards. It is due to human negligence. And these hazards are associated with industries and energy generation facilities. മനുഷ്യരുടെ അവഗണന അല്ലെങ്കിൽ മനുഷ്യരുടെ അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന ഹസാർഡ്സ് ആണ് man-made ഹസാർഡ്സ്. ഇൻഡസ്ട്രീസ്, എനർജി ജനറേഷൻ ഫെസിലിറ്റീസ് ആയിട്ടുള്ള ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് ഇവയെല്ലാം റിലേറ്റ് ചെയ്തിട്ടാണ് man-made ഹസാർഡ്സ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. It includes
explosions, leakage of toxic waste, pollution and war. ഈ കാറ്റഗറിയിൽ വരുന്നതാണ് എക്സ്പ്ലോഷൻസ്, ടോക്സിക് വേസ്റ്റുകളുടെ ലീക്കേജ്, വാർ, അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പൊല്യൂഷൻസ് എല്ലാം. In case of man-made hazards, hazards are many. Some occurs frequently and some occurs occasionally. Man-made hazards ഒരുപാടെണ്ണമുണ്ട്. ഇതിൽ എല്ലാവയും എല്ലാ ടൈമിലും സംഭവിക്കുന്നില്ല. ചിലത് ഒക്കേഷണലി മാത്രമേ സംഭവിക്കുന്നുള്ളൂ. Man-made hazards are mainly of two types. Those are technological hazards and terrorism. Technological hazards are caused by accidentally. No one intended. Through incompetence, poor planning, faulty equipment, bad weather and other mishap. തികച്ചും യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്ന ഹസാർഡ്സ് ആണ് ടെക്നോളജിക്കൽ ഹസാർഡ്സ്. നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഹസാർഡ്സ് ആയിരിക്കില്ല ടെക്നോളജിക്കൽ ഹസാർഡ്സ്. പൂർ പ്ലാനിങ്ങിന്റെ ഫലമായും ഫോൾട്ടി തെറ്റായ രീതിയിലുള്ള എക്യുപ്മെന്റിന്റെ ഫലമായി അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായൊക്കെയാണ് ടെക്നോളജിക്കൽ ഹസാർഡ്സ് സംഭവിക്കുന്നത്. സം ഓഫ് ദി എക്സാമ്പിൾസ് ഫോർ ടെക്നോളജിക്കൽ ഹസാർഡ്സ് ഇൻക്ലൂഡ് ഓയിൽ സ്പിൽ ആൻഡ് ട്രെയിൻ ഡീറെയിൽമെന്റ്. ട്രെയിന് പാളം തെറ്റുന്നതും അതുപോലെ തന്നെ ഓയിൽ സ്പിൽ ചെയ്യുക, തുളുമ്പുന്നതുമെല്ലാം ഇതിനുള്ള എക്സാമ്പിൾ ആണ്. ബട്ട് ടെററിസം, ദീസ് ആർ ഇന്റൻഷണൽ ആക്ട്. Some individual or people means to cause harm. These are based on political agenda, social, economic or religious mission. എന്തെങ്കിലും പൊളിറ്റിക്കൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ളതോ എക്കണോമിക് ആയിട്ടുള്ളതോ ആയിട്ടുള്ള മിഷന്റെ ഫലമായൊക്കെയാണ് ടെററിസം പ്രധാനമായും നടക്കുന്നത്. These are delusional or misguided in some way. തികച്ചും വഞ്ചനാപരമായിട്ടുള്ള ഒരു രീതിയിലാണ് ഇതിന്റെ പ്രോസസ് നടക്കുന്നത്. എക്സാമ്പിൾ ഫോർ ടെററിസം ഇൻക്ലൂഡ് ബോംബിംഗ്. ഇൻ കേസ് ഓഫ് ബോംബിംഗ്, ഹ്യൂമൻസ് ആർ ദി അൾട്ടിമേറ്റ് ടാർഗറ്റ്. ടെററിസത്തിനുള്ള ഒരു പ്രധാന എക്സാമ്പിൾ ആണ് ബോംബിംഗ്. മനുഷ്യരെയാണ് ബോംബിംഗ് പ്രധാനമായിട്ടും ടാർഗറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് മീൻ ബൈ ഡിസാസ്റ്റർ? ഒക്കുറൻസ് ഓഫ് എ മേജർ മിസ്ഫോർച്യൂൺ ദാറ്റ് ഡിസ്ട്രപ്റ്റ്സ് ബേസിക് ഫാബ്രിക് ആൻഡ് നോർമൽ ഫങ്ഷനിങ് ഓഫ് എ സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ നോർമൽ ബേസിക് ആയിട്ടുള്ള ഫങ്ഷനിങ്ങിനെ താളം തെറ്റുന്ന രീതിയിലുള്ള വളരെ അധികം മേജർ ആയിട്ടുള്ള ഒരു മിസ്ഫോർച്യൂണിനെയാണ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി ആൻ ഇവന്റ് ഓർ സീരീസ് ഓഫ് ഇവന്റ് വിച്ച് ഗിവ് റൈസ് ടു കാഷ്വാലിറ്റീസ്, ഡാമേജ് ഓർ ലോസ് ഓഫ് പ്രോപ്പർട്ടി, infrastructure, essential services or means of livelihood on a scale beyond the normal capacity. ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ഒരു ഇവന്റോ സീരീസ് ഓഫ് ഇവന്റോ ആവാം. ഇത് കാരണം ഒരുപാട് കാഷ്വാലിറ്റീസ് വരുന്നുണ്ട്, ഇൻഫ്രാസ്ട്രക്ചറിന്റെ നാശം വരുന്നുണ്ട്, അതുപോലെ തന്നെ പ്രോപ്പർട്ടി ലോസ് വരുന്നുണ്ട്, ലൈവ്ലിഹുഡൊക്കെ നശീകരിക്കുന്നുണ്ട്. സോ ലോസ് ഡ്യൂ ടു എ ഡിസാസ്റ്റർ ഈസ് ബിയോണ്ട് അവർ നോർമൽ കപ്പാസിറ്റി. ഒരു ഡിസാസ്റ്റർ കൊണ്ടുള്ള ലോസ് എന്ന് പറയുന്നത് നമുക്ക് താങ്ങാൻ കഴിയുന്ന കപ്പാസിറ്റിയേക്കാളും കൂടുതലായിരിക്കും. We can classify disaster as natural disasters and man-made disasters. As we have already said, in case of natural hazard, those are due to natural phenomena, as well as natural disasters are also due to natural phenomena. We can classify natural disasters as earth-related, water-related and wind-related. Earth-related natural disasters include earthquake, tsunamis, landslide, avalanches and volcanic eruptions. Water-related natural disasters include flood, flash flood, drought and excessive rains. Wind-related natural disasters include tornado, typhoons, cyclone, storm surge and tidal waves. Man-made disasters, it includes accidents. It may be road, rail, sea or air, and it also includes building collapse. Industrial mishaps, it includes gas leak,
എക്സ്പ്ലോഷൻ ആൻഡ് സബോട്ടേജ്. ആക്സിഡൻസിൽ റോഡ് ആക്സിഡന്റ് ആകാം, റെയിൽ ആക്സിഡന്റ് ആവാം, എയർ ആക്സിഡന്റ് ആവാം, സീ ആക്സിഡന്റ് ആവാം. അതുപോലെ തന്നെ ബിൽഡിംഗ് കൊളാപ്സുകളും ഈ കാറ്റഗറിയിൽ വരുന്നു. ഇൻഡസ്ട്രിയൽ മിഷാപ്സിൽ പ്രധാനമായിട്ടും ഗ്യാസ് ലീക്കും എക്സ്പ്ലോഷൻസുമാണ് വരുന്നത്. നെക്സ്റ്റ് ഈസ് ഫയർ. ഇറ്റ് മേ ബി ബിൽഡിംഗ് ഫയർ or oil fire or coal fire. And also another type of fire is forest fire. Forest fire is mainly due to deforestation and increased global warming. Contamination or poisoning of food, water and also related epidemics. Terrorist activities. And finally, ecological disasters. It includes various type of pollutions which may be air, water and noise. And also it includes nuclear accidents, global warming, sea level rise, toxic waste, soil erosion and loss of biodiversity. We can classify disaster also in another way based on the speed of onset. ഡിസാസ്റ്റർ പെട്ടെന്നാണോ സ്ലോ ആയിട്ടാണോ നടക്കുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ട് ഡിസാസ്റ്ററിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ദോസ് ആർ സഡൻ ഓൺസെറ്റ് ആൻഡ് സ്ലോ ഓൺസെറ്റ് disasters. Next we can look what are the difference between sudden onset disasters and slow onset disasters. In case of sudden onset disasters, there is little or no warning and also having minimal time to prepare. Sudden onset disasters ന്റെ കേസിൽ വാർണിംഗ് ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രിക്കോഷൻസ് എടുക്കാനൊന്നും ടൈം കിട്ടില്ല. It includes earthquake, volcanic eruption, cyclone and tsunami. In case of slow onset, first situation develops. Second stage is emergency and third stage it is a disaster. സ്ലോ ഓൺസെറ്റിന്റെ കേസിൽ നമുക്ക് വാർണിംഗ് കിട്ടുന്നുണ്ടെന്ന് പറയാം. ഫസ്റ്റ് സ്റ്റേജിൽ ഒരു സിറ്റുവേഷൻ ഡെവലപ്പ് ചെയ്യുന്നു, രണ്ടാമത്തെ സ്റ്റേജിൽ സിറ്റുവേഷൻ സീരിയസ് ആകുന്നു, മൂന്നാമത്തെ സ്റ്റേജിൽ അത് ഡിസാസ്റ്റർ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് പ്രിക്കോഷൻസ് എടുക്കാനുള്ള ടൈം കിട്ടുന്നുണ്ട്. സോ ദ എക്സാമ്പിൾസ് ഫോർ സ്ലോ ഓൺസെറ്റ് ഡിസാസ്റ്റേഴ്സ് ഇൻക്ലൂഡ് drought, civil strife and epidemics. സിവിൽ സ്ട്രൈക്ക് മീൻസ് ആളുകൾ തമ്മിലുള്ള പോരാട്ടങ്ങളല്ല. ആദ്യം ഒരു വാക്ക് തർക്കം ഉണ്ടാകും, അതിനുശേഷമാണ് അതൊരു സ്ട്രോങ് ആയിട്ടുള്ള കലഹമായി മാറുന്നത്. ഫൈനലി വി ക്യാൻ സമ്മറൈസ് ഹസാർഡ് ആൻഡ് ഡിസാസ്റ്റർ. നമുക്ക് ഹസാർഡും ഡിസാസ്റ്ററും ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കാം. ഹസാർഡ് ഈസ് എ നാച്ചുറൽ ഇവന്റ് വിച്ച് ത്രെറ്റൻസ് ബോത്ത് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി, which is a pre-disaster situation and it is a potential for disaster. ഹസാർഡ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഇവന്റ് ആണ്. ലൈഫിനെയും പ്രോപ്പർട്ടിയെയും അത് ത്രെറ്റൻ ചെയ്യുന്നു. ഡിസാസ്റ്ററിന്റെ ഒരു പ്രീ സിറ്റുവേഷൻ ആയിട്ടും ഡിസാസ്റ്ററിനുള്ള ഒരു പൊട്ടൻഷ്യൽ ആയിട്ടും നമുക്ക് ഹസാർഡിനെ റെപ്രസെന്റ് ചെയ്യാം. ഡിസാസ്റ്റർ ഈസ് എ കോൺസിക്വൻസ് ഓർ കൾമിനേഷൻ ഓഫ് ഹസാർഡ്. ഡിസാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യാഘാതമാണ്, അല്ലെങ്കിൽ ഹസാർഡുകൾ കൂടിച്ചേർന്നുണ്ടാകുന്ന ഒരു ഇവന്റ് ആണ്. ഇൻ എക്സ്ട്രീം കണ്ടീഷൻസ് ഓഫ് ഡിസാസ്റ്റർ ദർ ഈസ് ഗ്രേറ്റർ ലോസ് ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. ഡിസാസ്റ്ററിന്റെ എക്സ്ട്രീം കണ്ടീഷനിൽ നമുക്ക് വലിയൊരു തോതിലുള്ള പ്രോപ്പർട്ടി ലോസും അതുപോലെ തന്നെ ലൈഫ് ലോസും സംഭവിക്കുന്നുണ്ട്. എ ഹസാർഡ് ബിക്കം എ ഡിസാസ്റ്റർ ഇഫ് ഇറ്റ് ഹാപ്പൻസ് ഇൻ ആൻ പോപ്പുലേറ്റഡ് ഏരിയ. ഒരു ഹസാർഡ് ഒരു ഡിസാസ്റ്റർ ആയിട്ട് മാറുന്നത് ഹസാർഡ് ഒരു പോപ്പുലേറ്റഡ് ഏരിയയിൽ സംഭവിക്കുമ്പോഴാണ്. എന്നാൽ അധികം പോപ്പുലേഷൻ ഇല്ലാത്ത ഒരു ഏരിയയിലാണ് ഹസാർഡ് സംഭവിക്കുന്നതെങ്കിൽ അതൊരിക്കലും ഡിസാസ്റ്റർ ആകണമെന്നില്ല. സോ വി ക്യാൻ റിലേറ്റ് ഡിസാസ്റ്റർ ആൻഡ് ഹസാർഡ് ലൈക്ക് ദിസ്. നാച്ചുറൽ ഹസാർഡ് പ്ലസ് ഹ്യൂമൻ എൻവയോൺമെന്റ് റിസൾട്ട്സ് ഇൻ ഡിസാസ്റ്റർ. That is a natural disaster. A hurricane is a natural hazard and it happens out of sea. Then it does not harm anyone and remains itself as a hazard. ഹരിക്കെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് വിൻഡ് ആണ്, അത് സീക്ക് പുറത്താണ്. ദാറ്റ് മീൻസ് അവിടെ അധികം പോപ്പുലേഷൻ ഒന്നും കാണപ്പെടുന്നില്ല, അതുകൊണ്ട് തന്നെ അധികം ആർക്കും അത് ഹാം ചെയ്യുന്നില്ല.
അതുകൊണ്ട് ഇതൊരിക്കലും ഒരു ഡിസാസ്റ്റർ ആകുന്നില്ല, അതൊരു ഹസാർഡായിട്ട് തന്നെയാണ് റിമെയിൻ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.